ഒരു പുതിയ ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ഈറ്റിംഗ് വിയർഡ് ഫുഡ് ചലഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോട്ട് എഴുതിയിട്ടുണ്ട്. 4 ഫുഡ്സാണുള്ളത്. അപ്പോൾ 2 എണ്ണം ഒരാൾ എടുക്കണം, 2 എണ്ണം അടുത്ത ആൾ എടുക്കണം. അപ്പോൾ നോക്കാം എന്തൊക്കെ കിട്ടും. ഓക്കെ, ലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഞാനും ഒരെണ്ണം എടുത്തു. ഇനി ഒന്നും കൂടെ ലോട്ടിടാം. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം കൂടെ ഇടും. ഓക്കെ, അപ്പം നമ്മൾ 2 ലോട്ടിൽ 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. കാണിച്ച് ഇങ്ങനെ പൊക്കി കാണിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം എന്താ കിട്ടി? എനിക്ക് വിപ്പിംഗ് ക്രീമും ചില്ലി പൗഡറും, പിന്നെ കിട്ടിയിട്ടുള്ളത് ജ്യൂസും റൈസും, മുന്തിരി ജ്യൂസും ചോറുമാണ് അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത്. അവൾക്ക് കിട്ടിയിരിക്കുന്നത് പഴവും സാമ്പാറുമാണ്. അടുത്തത് അവലും മീൻകറിയുമാണ്. അപ്പോൾ അവർക്ക് കിട്ടിയത് എന്താണോ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അവൾക്ക് കിട്ടിയത് പഴവും സാമ്പാറും അവലും മീൻകറിയുമാണ്. ഇനിയിപ്പോൾ ഒന്നും കഴിക്കണ്ട, വയറ് നിറയും. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്തൊക്കെയാണ് കിട്ടിയത്? അവലും മീൻകറിയും, പഴവും സാമ്പാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ താണ്ടേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? എവിടെയാണ് ക്യാമറ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് അവലും മീൻകറിയും. ഇനി പഴവും സാമ്പാറും. ആദ്യം അവലും മീൻകറിയും പിടിക്കും. എനിക്ക് കഴിക്കാതെ. അടുത്ത അവളുടെ എന്ന് വെച്ചാൽ പഴവും ഇതിൽ സാമ്പാറാണ് കേട്ടോ. സാമ്പാറും കണ്ടോ? കാണുന്നില്ലേ? കണ്ടോ സാമ്പാർ? അപ്പം ആദ്യം അത് കഴിക്കുന്നത് ഞാനപ്പം ആദ്യം കഴിക്കുന്നത് എനിക്ക് എന്തൊക്കെയായിരുന്നു കിട്ടിയത്? ജ്യൂസും റൈസുമാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കഴിക്കരുത്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കഴിക്കാൻ പാടുക. അങ്ങനെ പറ്റില്ലേ, ഫോളോ പറ്റില്ല. എനിക്ക് കിട്ടിയേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വേണ്ടേ, ചോറും മുന്തിരി ജ്യൂസുമാണ് ഗൈസ്. എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. ലെറ്റ്സ് നോക്കാം. പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് മുളക് പൊടിയും നല്ല അടിപൊളി വിപ്പിംഗ് ക്രീമുമാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ട്? വേണ്ട, വിപ്പിംഗ് ക്രീമും മുളക് പൊടിയും ജ്യൂസും ചോറും. അവൾക്ക് തൻ്റെ സാമ്പാറും പഴവും അവലും മീൻകറിയും. അപ്പോൾ ഫസ്റ്റ് ഞാനും ഇനി ഞാൻ അവിടെ പോയിരിക്കാം, എന്നിട്ട് കഴിക്കാം ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ചോറും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ലെറ്റ്സ് സീ. ഇതാണ് അവസ്ഥ, നോക്കൂ. ഇനി ഞാൻ അത് മിക്സ് ചെയ്യാൻ പോവാണ്. അത് മിക്സ് ചെയ്യും. ലെറ്റ്സ് മിക്സ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ഗൈസ്. ഓക്കെ, കഴിക്കാം. ആദ്യം നീ കഴിച്ചോ.
എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷനാണ്. നല്ല കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തോളൂ നിങ്ങളുടെ ഓൺ റിസ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. നല്ല മുളകിട്ട് വെച്ച മീൻകറിയാണ്. മത്തിക്കറി അവരുമാണ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറും മീൻകറിയും കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും. പക്ഷെ എൻ്റെതാണ് മുന്തിരി ജ്യൂസും ചോറും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ പോവാണ് മുന്തിരി ജ്യൂസും ചോറുമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കഴിച്ച് നോക്കാം. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കരുത്. ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി. ടെസ്റ്റ് ചെയ്യാൻ വേണം. കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമുണ്ട് ഗൈസ്. ഇനി അടുത്തതാണ് അത്. നല്ലൊരു മുന്തിരി ജ്യൂസിനെ തീരെ കഴിക്കാൻ പറ്റാത്തൊരു സാധനമല്ല, പക്ഷെ അത്ര നല്ലതുമല്ല, അത്ര പൊട്ടയും അല്ലാത്തൊരു സാധനമാണ്. കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തത് ഇവളുടെ സാധനം പഴവും സാമ്പാറും. പഴവും സാമ്പാറാണ്. ഞാൻ നേരത്തെ കൊടുക്കട്ടെ. പഴവും സാമ്പാറും ഞാൻ പിടിച്ചോളൂ. അവൾ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ എടുക്കാവേ. പഴമാണെങ്കിൽ പൊളിച്ച് തരാം. പാത്രത്തിൽ അത് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നത് കേട്ടോ. ഇനി പാത്രം മടി വെച്ച് ഇനി പഴം അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കാം ഗൈസ്. കുടിച്ച ഞാൻ അവരെ കാണിച്ച് ഒഴിച്ചിട്ട് വരാം. എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ പഴം എടുക്കുക, സാമ്പാർ ഇങ്ങനെ അങ്ങോട്ട് കമത്തുക. നോക്ക് നല്ല വടയും സാമ്പാറൊക്കെ കഴിക്കുന്നവരുണ്ടോയെന്ന് അവിടെ നോക്കി. അങ്ങനെയല്ല അത് നിമ്മിട്. നേരത്തെ മത്തിക്കറിയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ കഴിച്ചോ. രണ്ടിൻ്റെയും കൂടെ രുചി കമ്പൈൻ ചെയ്ത് വരണമെന്നേ ഉള്ളൂ. എന്തായിരിക്കും ഒരു പ്രതീക്ഷയുണ്ടോ? നമുക്കങ്ങനെ വിയേർഡ് കോമ്പിനേഷനൊന്നും കുഴപ്പമുള്ള ആൾക്കാരല്ല. അത്യാവശ്യം എല്ലാം വിയേർഡായിട്ടുള്ളതൊക്കെ കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട്
ഓരോരുത്തർക്ക് പറ്റുന്ന ഒരു സാധനമാണ്. കഴിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എല്ലാം അടിപൊളിയാണെന്നാണ് പറയുന്നത്. കണ്ണിലെന്തോ പോയി ഗൈസ്. ഞാൻ നോക്കിയിട്ട് വരാം. കഴിച്ചോളൂ കഴിച്ചോളൂ. കഴിച്ചു കഴിഞ്ഞാ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, അവളുടെ 2 സാധനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമും മുളക് പൊടിയും. അതിന് മുമ്പ് ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഒന്ന് കൈ കഴുകിയിട്ട് വരാം. ഓക്കെ, പോട്ടോ പിടിച്ചോ. അവസാനത്തെ എൻ്റെ ഒരു ലാസ്റ്റായിട്ട് എൻ്റെ ചലഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമാണ്. വിപ്പ് ചെയ്തിട്ടില്ല, വിപ്പ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം, പിന്നെ നല്ല അടിപൊളി മുളക് പൊടി. തുറന്നൊരു അത് മൊത്തം ഇടണോ അതോ? മൊത്തം ഇടാമല്ലേ? നിങ്ങളുടെ മൈൻഡ് വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റും. മൊത്തം അങ്ങോട്ട് തട്ട് എന്നില്ലേ? തട്ട വേണ്ട, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ്. ഇത് കളർ പൊടിയൊന്നുമല്ല, മുളക് പൊടി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കുട്ടിക്കും കൂടെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമല്ലേ? സഹോദര സ്നേഹം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഒക്കെ പോലെ ഉണ്ട്. കളറ് മാത്രം, കളർ കൊണ്ട് മാത്രം അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാവും. ടേസ്റ്റ് കൊണ്ട് എനിക്കറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുട്ടികൾ വീട്ടിൽ ഇതൊന്നും അനുകരിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം കഴിച്ച് കാണിക്കാം. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഞാനിത് മൊത്തം തട്ടരുതായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ചിരിക്കുമല്ലേ? ചിരിച്ചോ. ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണോ ഇപ്പോൾ? നല്ല എരിയുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വിയർഡ് കോമ്പിനേഷൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് കഴിച്ച് നോക്കുന്നതായിരിക്കും. ഒന്നും കഴിക്കില്ല ആരും, അത്രയ്ക്ക് എരിയുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ട അതിൻ്റെ കളറ്. വൈറ്റ് കളറുള്ള സാധനം ഈ കളറിലായി. അപ്പോൾ എന്തോരം എരി ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ, കുറച്ച് കൊടുക്കാമല്ലേ? നല്ലതാ. ഒറിജിനലി എന്തുവാണ് പറയടി, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ സ്നേഹം ഞാൻ അവൾക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതുപോലുള്ള ഔട്ട്രോ പറഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.
അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.